Hello, welcome to Hi Kitchen. എൻ്റെ പേര് ശില്പ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള തനി നാടൻ ബീഫ് കറിയുടെയാണ്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു പ്രഷർ കുക്കറിൽ അല്പം എണ്ണ ഒഴിക്കാം. അപ്പോൾ എണ്ണ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ കോക്കനട്ട് ഓയിലിൻ്റെ സ്മെൽ ഇഷ്ടമില്ലാത്തവർക്ക് കനോല ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പം ഒരു 1/4 ടീസ്പൂൺ 1/4 ടീസ്പൂൺ കടുകിടാം. ആ കടുക് പൊട്ടി തുടങ്ങുമ്പം അല്പം കറിവേപ്പിലയും 2 ഉണക്കമുളക് ഡ്രൈഡ് റെഡ് ചില്ലീസ് 2 കൂടി ഇടാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ ഇതുപോലെ കടുക് പൊട്ടിക്കുമ്പോൾ നമ്മുടെ ബീഫ് കറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കടുക് പൊട്ടിക്കാത്തവർ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ഞാൻ നല്ലൊരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. 5-6 വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, 2 പച്ചമുളകും, ഒരു അല്പം എണ്ണയും അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ പച്ചമുളകിൻ്റെ പേസ്റ്റോ ചെയ്യുമ്പം ഒരു ശകലം എണ്ണ ഒഴിച്ചിട്ടും കൂടെ അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല പേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ പേസ്റ്റ് ആക്കിയത് നമുക്ക് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ 4 മീഡിയം സൈസ്ഡ് സവോള എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ അരിഞ്ഞത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് അല്പം ഉപ്പും എല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ ഈ സവോളയുടെ കളർ ഒരു ബ്രൗണിഷ് ഷെയ്ഡ് ആവണം, ഒരു ഡീപ്പ് പിങ്കിഷ് ബ്രൗണിഷ് ഷെയ്ഡ് ആവുന്നിടത്തോളം സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫ്ലെയിം ഏറ്റവും ലോയിൽ വെക്കാം. അപ്പോൾ ഇനി നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, അതായത് ഉണക്കമുളക് പൊടിച്ചത്, പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇത്രയും കാര്യങ്ങൾ വളരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ഈ പൊടികളെല്ലാം കരിഞ്ഞു പോവും. അപ്പോൾ ടേസ്റ്റ് ഒട്ടും ശരിയാവില്ല. അതുപോലെ തന്നെ സമയമെടുത്ത് വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട്. ഏകദേശം ഒരു 10-12 മിനിറ്റെങ്കിലും എടുക്കുമായിരിക്കും. വളരെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. ആ പച്ചമണമൊക്കെ മാറി അതുപോലെ തന്നെ ഈ മസാലകളുടെ നിറവും മാറാൻ തുടങ്ങും. ഒരു ഏകദേശം ഒരു ഡീപ്പ് മെറൂണിഷ് ഡീപ്പ് ബ്രൗണിഷ് ഷെയ്ഡൊക്കെ ആകാൻ തുടങ്ങും. അപ്പോൾ ആ ടൈമിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു മസാല കറക്റ്റ് പാകമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഇതുപോലെ ഈ കളർ മാറിക്കഴിയുമ്പം പച്ചമണമൊക്കെ മാറി നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു ടൈമിലും നമുക്ക് 2 വലിയ തക്കാളി അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. തക്കാളി ഒരിക്കലും നേരത്തെ ഇടരുത്. അതായത് പൊടികൾ ഇടുന്നതിന് മുമ്പ് ഇടുവാണെങ്കിലും അത് ഒരിക്കലും ആ റോ സ്മെൽ പൊടികളുടെ ആ പച്ചമണം പോകാൻ ഒത്തിരി സമയമെടുക്കും. അതുപോലെ തന്നെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരില്ല. ഒരു വെറുതെ കുറേ നേരിട്ട് ഇളക്കി കൊടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ടേസ്റ്റൊക്കെ വരുള്ളൂ. അപ്പോൾ എപ്പോഴും ഏതൊരു റെസിപ്പി ചെയ്യുമ്പോഴും തക്കാളി നിങ്ങൾ പൊടികളെല്ലാം ഇട്ട് വഴറ്റിയതിന് ശേഷം ചേർക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ മസാലയുടെ കൂടെ ഒരു 1/4 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, അതായത് ക്രഷ് ചെയ്ത ഉണക്കമുളക് ചേർത്തുണ്ടായിരുന്നു. അതെനിക്കൊരു ഹോട്ടലിൽ നടത്തുന്ന ഒരാൾ പറഞ്ഞു തന്നതാണ്. ബീഫിൻ്റെ കൂടെ അതിൻ്റെ ടേസ്റ്റ് മാക്സിമം എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് റെഡ് ചില്ലി ഫ്ലേക്സ്. ഈ മിക്കവാറും എല്ലാ ഹോട്ടലുകാരും ചേർക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതെനിക്ക് അറിഞ്ഞുകൂടെ സത്യമാണെന്ന്. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ അത് ശരിക്കും ഒരു ഭയങ്കര ഒരു ഡിഫറൻസ് തന്നെയാണ് വരുത്തുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന ബീഫിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അത് വരുത്തുന്നത്. അപ്പം നിങ്ങൾ ചേർക്കുന്ന സാധാരണ മുളക് പൊടിയുടെ കൂടെ ഒരു അല്പം റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന ബീഫിന് വരിക. അതിപ്പോൾ ബീഫ് കറി ആണെങ്കിലും ബീഫ് ഒലത്തുമല്ലോ മറ്റേ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് ചെയ്യുമല്ലോ. ബീഫിൻ്റെ എന്ത് പരിപാടി ചെയ്യുമ്പോഴും ഒരു കുറച്ച് ക്രഷ് ചെയ്ത റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ വേറൊരു ലെവലിൽ എത്തിക്കുന്നതാണ് പറയുന്നത്. നമ്മൾ ചേർത്തിരിക്കുന്ന തക്കാളി ഈ സവോളയും മസാല മിക്സിൻ്റെ കൂടെയും നന്നായിട്ട് യോജിച്ച് നല്ല അത്യാവശ്യം ഒരു ക്രീമി പരുവമാകണം. ഇതുപോലെ ആ ടൈമിൽ ഒരു 600 ഗ്രാം ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് നന്നായി കഴുകി വിനീഗറിലും വെള്ളത്തിലിട്ട് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതൊരു നോൺ വെജ് വാഷ് ചെയ്യുമ്പോഴും ഇച്ചിരി വിനീഗറും കൂടെ ഒഴിച്ച് വാഷ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും പൊട്ട സ്മെല്ലുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലെല്ലാം പോയി കിട്ടും. സോ അതും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളവും 1/4 ടീസ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് എന്നിട്ട് മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ബീഫിന് ഹൈ ഫ്ലെയിമിൽ 2 വിസിലും വളരെ ലോ ഫ്ലെയിമിൽ 6 വിസിലുമാണ് ഞാൻ വെച്ചത്.
അപ്പം തന്നെ ഇത് കുക്കായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിയുമ്പം ഇതിൻ്റെ പ്രഷർ അതിൻ്റെ തനത്താനെ പോകാനായിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മളായിട്ട് റിലീസ് ചെയ്യരുത് പ്രഷർ, അല്ലെങ്കിൽ പ്രോപ്പറായി കുക്ക്ഡ് ആവില്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ബീഫ് അനുസരിച്ചായിരിക്കും വേവ്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ വേവെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ കുറവ് വിസിൽ വെച്ചിട്ട് എടുത്ത് നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ 1-2 വിസിൽ എക്സ്ട്രാ വെക്കുക. അപ്പോൾ വെന്ത് കിട്ടിക്കോളും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മൾ കുക്കറിൽ ജസ്റ്റ് സോട്ട് ചെയ്ത് ഇങ്ങനെ ഒരുമിച്ചിട്ട് നമ്മൾ ബീഫ് സെപ്പറേറ്റ് കുക്ക് ചെയ്ത് മസാല സെപ്പറേറ്റ് കുക്ക് ചെയ്ത് ഉണ്ടാക്കണമെങ്കിൽ ടേസ്റ്റാണ്. നമ്മൾ പ്രഷർ കുക്കറിൽ എല്ലാം കൂടി ഇട്ട് ഇതുപോലെ ചെയ്യുമ്പം പാത്രങ്ങളും കഴുകേണ്ട അധികം, അതേസമയം നമ്മൾ നോർമലി ഉണ്ടാക്കണമെങ്കിലും കൂടുതൽ ടേസ്റ്റായിട്ട് ഇത് കിട്ടുകയും ചെയ്യും. സ്പീഡിൽ ഉണ്ടാക്കാനും പറ്റും കുക്കറിലായതുകൊണ്ട്. സോ നിങ്ങളെല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ തന്നെയല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് 2 പൊടികളും നോർമൽ സാധാരണ ചില്ലി പൗഡറും കാശ്മീരിയും കൂടെ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വിനീഗറിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാനമാകുമ്പോൾ അത് കൂടെ ചേർക്കാം. കൂടുതലോ കുറവ് വേണമെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഉപ്പ് വേണമെങ്കിൽ ഉപ്പെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക. നിറയെ കറിവേപ്പിലയും കൂടെ ചേർക്കാം. അതാണ് ഏറ്റവും ടേസ്റ്റ്. നല്ല ഫ്രഷ് കറി ലീവ്സും കൂടെ ചേർത്ത് നന്നായിട്ട് സെർവ് ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി നേരം മൂടി വെച്ചിട്ട് സെർവ് ചെയ്താൽ കുറച്ചുകൂടെ നന്നായിട്ട് മസാലയൊക്കെ അതിൽ പിടിച്ചോളും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടോട്ടലി ഫ്രീ ആണ്. താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും. ഫ്രീ ആയിട്ട് തന്നെയാണോ, അതിന് ഒരു കാശും കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. Thank you so much for watching. Bye.